നമുക്ക് ഈസിയായിട്ട് ഗ്രേവിയുള്ള ഒരു ചിക്കൻ കറി ഉണ്ടാക്കാം. വളരെ പെട്ടെന്ന് നമുക്ക് ഇത് ഉണ്ടാക്കാം. ഇത് 1.5 കിലോ ചിക്കനാണ്. ഇതെല്ലാം കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വേണ്ട മറ്റ് സാധനങ്ങൾ. ആദ്യം നമുക്ക് ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, ഈ നാരങ്ങയുടെ നീര്, നാരങ്ങ നീരും കൂടെ ചേർത്ത് ഒരു നാരങ്ങയുടെ നീരാണ് നമ്മൾ ചേർക്കുന്നത്. ഇത് ഏകദേശം 1.5 കിലോ ചിക്കനുണ്ട്. എല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. കറിക്ക് വേണ്ട മറ്റ് സാധനങ്ങൾ: ഒരു കുടം വെളുത്തുള്ളി ചതച്ചത്, ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, ഒരു 5 സവാള അരിഞ്ഞത്, 2 തണ്ട് കറിവേപ്പില, 3 പച്ചമുളക് നീളത്തിൽ കീറിയത്, ഒരു വലിയ തക്കാളി അരിഞ്ഞത്, സ്പൈസസ് പട്ട, ഗ്രാമ്പു, ഏലക്ക, തക്കോലം, ബേ ലീവ്സ്, വെള്ളം, വെളിച്ചെണ്ണ, ഉപ്പ് ആവശ്യത്തിന്, മുളക് പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, കാശ്മീരി മുളക് പൊടി, ചിക്കൻ മസാല. ഇത്രയാണ് ഈ കറിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. ഇത് വളരെ പെട്ടെന്ന് ഈസിയായിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു ചിക്കൻ കറിയാണ്. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഒരു പാത്രം അടുപ്പ് വെച്ച് നമുക്ക് സ്റ്റൗ കത്തിക്കാം. പാത്രം ഒന്ന് ചൂടാകട്ടെ. പാത്രം ചൂടായിട്ടുണ്ട്. നമുക്ക് ഏകദേശം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടാകട്ടെ. എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ആദ്യം സ്പൈസസ് ചേർക്കാം. എല്ലാം ചൂടാകും. അതിലേക്ക് നമുക്ക് 1 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർക്കാം. ചെറുതായി നോക്കുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെക്കാം. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. എല്ലാം ചെറുതായി നോക്കുമ്പോൾ നമുക്ക് പച്ചമുളക് ചേർക്കാം. അത് കിടപ്പൊന്ന് മിക്സ് ചെയ്യും. അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള മിക്സ് ചെയ്യും. അപ്പോൾ നമുക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കാം. അതൊന്ന് മിക്സ് ചെയ്യാം. ഉള്ളിയൊക്കെ നന്നായി ഒന്ന് ഇളക്കിയ ശേഷം അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. സമയം കൊണ്ട് നമുക്ക് മസാലപ്പൊടി ഒന്ന് ചൂടാക്കി എടുക്കാം. അതിനായി 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം. ചൂടാക്കി എടുക്കാം. ഉള്ളിയൊക്കെ നല്ലതുപോലെ വഴഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് ഉള്ളി ഒന്ന് സൈഡിലാക്കിയ ശേഷം ചൂടാക്കി വെച്ചിരിക്കുന്ന മസാലപ്പൊടികൾ ചേർക്കുക. അത് ഈ ഓയിലൊന്ന് മൂപ്പിച്ചെടുക്കുക.
നന്നായി മുക്കട്ടെ. ശേഷം എല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്യുക. ചേർത്ത് മിക്സ് ചെയ്ത ശേഷം നമുക്ക് തക്കാളി ചേർക്കാം. അതും ഇതോടൊപ്പം ഒന്ന് മിക്സ് ചെയ്യുക. എല്ലാം കൂടെ മിക്സ് ചെയ്ത ശേഷം നമുക്ക് അടച്ച് വെച്ച് ഈ തക്കാളി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. പാത്രത്തിൻ്റെ അടപ്പം തുറക്കാം. തക്കാളിയൊക്കെ നല്ലതുപോലെ വഴഞ്ഞിട്ടുണ്ട്. ഈ സമയം നമുക്ക് മസാലപ്പൊടി ചിക്കൻ ചേർക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്ത് അടച്ച് വെച്ച് ഒരു 3-4 മിനിറ്റ് ഒന്ന് വേവിക്കാം. അടപ്പൊന്ന് തുറക്കാം. ചിക്കനൊക്കെ നല്ലോണം തിളച്ച് വെള്ളമൊക്കെ ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. വീണ്ടും നമുക്കൊന്ന് ഇളക്കിയ ശേഷം ചിക്കൻ വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിക്കും. ഏകദേശം 3/4 കപ്പ് വെള്ളം. വീണ്ടും ഒന്ന് ഇളക്കാം. ഉപ്പൊന്ന് നോക്കാം. 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കാം. എല്ലാം നന്നായി ഇളക്കി കൊടുക്കാം. നന്നായി ഇളക്കിയിട്ടുണ്ട്. ഇനി അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് നമുക്ക് വേവിക്കാം. ഇടയ്ക്ക് അടപ്പം തുറക്കാം. ചിക്കനൊന്ന് ഇളക്കി കൊടുക്കാം. മീഡിയം ഫ്ലെയിമാക്കി നമുക്ക് വേവിച്ചെടുക്കാം. വീണ്ടും അടച്ച് വയ്ക്കാം. ഇതിനൊക്കെ ഒരുവിധം വെന്ത് കൊടുക്കാറുണ്ട്. ഈ സമയം നമുക്ക് അടപ്പ് തുറന്ന് കുറച്ച് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ. ഞാൻ ഇടയ്ക്ക് പറയാൻ വിട്ടുപോയി. അത് ഇതോടൊപ്പം ഒന്ന് ഇളക്കി കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് വറ്റട്ടെ. വീണ്ടും നമുക്ക് അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് കൂടെ വേവിക്കാം. അടപ്പൊന്ന് തുറക്കാം. ചിക്കനൊക്കെ വെന്ത് കുറുകിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഉപ്പൊന്ന് നോക്കാം. ഉപ്പൊക്കെ കറക്റ്റാണ്, ആവശ്യത്തിനുണ്ട്. സമയം നമുക്ക് കുറച്ച് കറിവേപ്പില ലാസ്റ്റ് ചേർക്കാം. നമുക്ക് ഈ കറിവേപ്പിലയാണ് കൂടുതൽ ചേർക്കുന്നത്. കറിവേപ്പില ചേർത്ത് നമുക്ക് അടച്ചു വയ്ക്കാം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു. തണുത്ത ശേഷം നമുക്കൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. ചിക്കൻ എല്ലാം വെന്ത് കുറുകിയിട്ടുണ്ട്. സമയം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്ത ശേഷം നമുക്കൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. Easy, tasty gravy chicken curry ready.